ക്രിസ്തുമസിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ പാകിസ്ഥാനിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് സമീപം കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഉസ്മാൻ അൻവറിൻ്റെ നിർദ്ദേശപ്രകാരം റാവൽപിണ്ടിയിൽ മാത്രം സുരക്ഷയ്ക്കായി 432 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സമഗ്രമായ സുരക്ഷാ പദ്ധതി തയ്യാറാക്കാൻ പഞ്ചാബ് പോലീസ്, തീവ്രവാദ വിരുദ്ധ വകുപ്പ്, ട്രാഫിക് പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, പഞ്ചാബ് ഹൈവേ പട്രോൾ എന്നിവയ്ക്ക് പഞ്ചാബ് പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ക്രൈസ്തവ ദേവാലയങ്ങളുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്ന പോലീസുകാരെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിന്യസിച്ച് വിവരമറിയിക്കണമെന്ന് സിറ്റി പോലീസ് ഓഫീസർ സയ്യിദ് ഖാലിദ് ഹമദാനി പറഞ്ഞു. ക്രൈസ്തവ ദേവാലയങ്ങളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷം നടക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങൾ, വിവിധ UN ഏജൻസികളുടെ ഓഫീസുകൾ, വിദേശ NGOകൾ, മിഷണറി സ്കൂളുകൾ എന്നിവയ്ക്കും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. 400 വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്ത് കൊല ചെയ്യപ്പെട്ട 50ഓളം വരുന്ന ക്രൈസ്തവ രക്തസാക്ഷികളെ അനുസ്മരിച്ച് ജപ്പാനിലെ കത്തോലിക്ക സഭ 1623 ഡിസംബർ 4-ാം തീയതി എഡോ എന്നറിയപ്പെടുന്ന നഗരത്തിലെ പാലത്തിൽ വെച്ചാണ് അവരെ അഗ്നിക്കിരയാക്കിയത്. ഈ നഗരമാണ് പിന്നീട് ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ടോക്കിയോ ആർച്ച് ബിഷപ്പ് ടാൻസിസിയോ ഇസോവോ രക്തസാക്ഷികളായ ക്രൈസ്തവരുടെ സ്മരണാർത്ഥം തക്കനാവ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഇവർ കൊല്ലപ്പെട്ട ഫുഡാനോ സുജി എന്ന സ്ഥലത്ത് നേരിട്ടെത്തി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിജീവന യാത്രയ്ക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക പൈതൃകത്തിൽ രൂപം കൊണ്ട നസ്രാണി സഭകളുടെ മഹാസഭ സംഘടിപ്പിച്ചു. സീറോ മലബാർ കത്തോലിക്ക സഭ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭ, സീറോ മലങ്കര കത്തോലിക്ക സഭ, മലങ്കര യാക്കോബായ സുറിയാനി സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഭകളുടെ പിതാക്കന്മാർ മഹാസഭയിൽ പങ്കെടുത്തു. സീറോ മലബാർ കത്തോലിക്ക സഭ തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മേലധ്യക്ഷന്മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പൊലീത്ത, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യുലിയോസ് മെത്രാപ്പൊലീത്ത, മലങ്കര യാക്കോബായ് സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലെമീസ് മെത്രാപ്പൊലീത്ത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ അക്വാവീവ ദെല്ലെ ഫോന്തിയിലെ ഫ്രാൻചെസ്കോ മിയുള്ളി ആതുരാലയത്തിലെ ജീവനക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യക്തി കേന്ദ്രീകൃതവും ശാസ്ത്രീയമായ ഗവേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നതുമായിരിക്കണമെന്നും 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദരിദ്ര രോഗികൾക്കായുള്ള ആതുരാലയമായി സ്ഥാപിതമായ പുരാതനമായ സ്ഥാപനം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം ലഭ്യമാകുന്ന സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമാണെന്നും പാപ്പ പറഞ്ഞു. അവർക്ക് മുന്നേ അത് ചെയ്തു പോന്നവരോടുള്ള വിശ്വസ്തത കാത്തുകൊണ്ട് ദരിദ്രരായ രോഗികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തുന്ന സേവനത്തെ പാപ്പ പ്രശംസിക്കുകയും ചെയ്തു. പൗരാണിക തനിമ പുതുതലമുറയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക മ്യൂസിയം ഒരുക്കി. അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അജപാലന കേന്ദ്രമായ തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്റർ കോമ്പൗണ്ടിലാണ് മ്യൂസിയം ഒരുക്കിയത്. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അതിരൂപത സഹായ മെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ, ഗീവർഗീസ് മാർ അപ്രേം, അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് എന്നിവർ ഉൾപ്പെടെ നിരവധി വൈദികരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.